അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലയാളം 65-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 65-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഏതാനും ആയത്തുകളുടെ മഖ്സൂദ് അർത്ഥങ്ങളാണ്. അൽഹംദുലില്ലാ നമ്മൾ മലയാള അക്ഷരങ്ങളും അത് കൂട്ടി വായിക്കാനും ഒക്കെ പഠിച്ച് അതിൻ്റെ കൂടെ തന്നെ ദഅവ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഓതാറുള്ള ചില ആയത്തുകളുടെ അർത്ഥങ്ങൾ കൂടി അതിൻ്റെ മലയാളം നമ്മളിവിടെ കാണിച്ച് ആ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. ആദ്യമായി ഫസ്റ്റ് ആയത്ത് 65-ാമത്തെ ക്ലാസ്സിലെ PDF-ലെ ഫസ്റ്റ് ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان. Maksudnya, maka nikmat Tuhan kamu yang manakah yang kamu dustakan? നിങ്ങളുടെ, മലയാള അർത്ഥം കാണുന്നുണ്ടല്ലോ അല്ലെ, നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് ദൃഷ്ടാന്തങ്ങളെ കൊണ്ടാണ് എന്നെ നിങ്ങൾ കളവാക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ പഠിച്ച നിങ്ങളുടെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടല്ലോ അല്ലെ. നിങ്ങളുടെ റബ്ബിന്റെ, അവിടെ നമ്മൾ ബ എന്ന അക്ഷരം കൂട്ടക്ഷരമായിട്ട് ബ തമ്പ ബ ഭ എന്ന അതാണ് അതിന്റെ താഴെ ഭ. ഇവിടെ ഈ അക്ഷരം ഭ, റബ്ബിന്റെ ഈ അക്ഷരം ന്റെ എന്നാണ്. അവിടെ ഈ ചിഹ്നം ഇടുമ്പോൾ എയുടെ ചിഹ്നമാണ്. അപ്പൊ ന്റെ എന്നാവും. റബ്ബിന്റെ ഏത് അല്ലെ നമ്മൾ പഠിച്ചല്ലോ. ഏത് ദൃഷ്ടാന്തങ്ങളെ നമ്മൾ സാധാരണ മോജിസത്ത് ഒക്കെ പറയാറില്ലേ. മോജിസത്ത് ദൃഷ്ടാന്തങ്ങൾ അല്ലെ. ദൃഷ്ടാന്തങ്ങളെ കൊണ്ടാണ് എന്നെ നിങ്ങൾ കളവാക്കുന്നത്. അപ്പോ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നതിൻ്റെ മലയാള അർത്ഥമാണ് അതിൽ. അൽഹംദുലില്ലാ, നിങ്ങളിപ്പോൾ മുമ്പ് നമ്മൾ ഓരോ അക്ഷരങ്ങളാണ് പഠിച്ചത് മലയാളത്തിലെ. ഇപ്പൊ നമ്മൾ കൂട്ടി വായിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളുടെ റബ്ബിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളെ കൊണ്ടാണ് എന്നെ നിങ്ങൾ കളവാക്കുന്നത്. ഓക്കെ, അടുത്തൊരായത്ത്. ഇതോരോ ആയത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. Dan bertakwalah kepada Allah agar kamu beruntung. അതിൻ്റെ മലയാള അർത്ഥമാണ് ഇവിടെ കാണുന്നത്. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ വിജയികൾ ആവാൻ വേണ്ടി. ഓക്കെ അല്ലേ. നമ്മൾ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. നമ്മൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം അല്ലേ.
അതുമായി ബന്ധപ്പെട്ടുള്ള ഒരായത്താണ് നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ വിജയികൾ ആവാൻ വേണ്ടി. ഇതിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ. അള്ളാഹ് നമ്മൾ സാധാരണ മലയാളത്തിൽ അറബിലാണ് അള്ളാഹ് നമ്മുടെ വാക്കില്ലേ, നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ ലാമിന്റെ താഴെ ഇതിട്ട് എഴുതും. ചിലപ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ രണ്ടുള്ള എഴുതിയിട്ടും കാണാറുണ്ട്. അപ്പോൾ അത് അള്ളാഹു അങ്ങനെ കാണാറുണ്ട്. ഇത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ വിജയികൾ ആവാൻ വേണ്ടി. അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ തഖ്വയോടെ ജീവിക്കുമ്പോൾ നമ്മൾ വിജയികൾ ആയിത്തീരും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ആയത്ത് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. Jika kamu bersabar dan bertakwa, maka sesungguhnya yang demikian itu termasuk urusan yang patut diutamakan. ഓക്കെ, അതിൻ്റെ മലയാള അർത്ഥം നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അത് ഉറച്ച കാര്യങ്ങളിൽ, ധീരമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു. അല്ലേ? അക്ഷരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ. നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അത് ഉറച്ച കാര്യങ്ങളിൽ, ധീരമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു. ഇനി നിങ്ങൾ ഈ മലയാള അക്ഷരങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ കൂട്ടി വായിച്ച് പ്രാക്ടീസ് ചെയ്യണം, പരിചയപ്പെടണം. നമ്മളൊരു പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ കൂടുതൽ അത് നമ്മുടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ അത് അക്ഷരങ്ങളൊക്കെ ഉറപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ മലയാള ഭാഷ മലേഷ്യയിലെ മലബാരികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ ക്ലാസ്സിൽ നിങ്ങൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു. ഇപ്പോൾ കൂട്ടി വായിക്കാനുള്ള പ്രാക്ടീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇസ്ലാമികമായി ഒരു ദഅവയുടെ ഭാഗമായി ചില ആയത്തുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ പഠിച്ചത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും തമക്കാസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.